നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് മില്ലറ്റ് ലെമൺ റൈസ് ആണ്. മില്ലറ്റ്സ് കഴിക്കുന്നത് നല്ല ഫൈബറസ് ആണ്, നല്ല ഹെൽത്തി ആണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് മില്ലറ്റ്സ് വളരെ നല്ലതാണ്. വളരെ നല്ല ഫൈബറസ് ആണ്, അതുപോലെ ധാരാളം മിനറൽസും ഉണ്ട് മില്ലറ്റ്സിന്. ഇപ്പം വെയിറ്റ് റിഡക്ഷനൊക്കെ ആഗ്രഹിക്കുന്നവർ ഒക്കെ മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ 5 പോസിറ്റീവ് മില്ലറ്റ്സിൽ ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ മില്ലറ്റ് ലെമൺ റൈസ് തയ്യാറാക്കാവുന്നതാണ്. ഈ മില്ലറ്റ് ലെമൺ റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മില്ലറ്റ്സ് വേണം. ഏത് മില്ലറ്റ്സ് വെച്ച് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത് ഞാനിന്ന് എടുത്തേക്കുന്ന ലിറ്റിൽ മില്ലറ്റാണ്, ചാമരി എന്ന് പറയുന്നതാണ്. അപ്പം ഇത് 1 കപ്പ് കുതിർത്ത് വേവിച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് എണ്ണ വേണം, അതുപോലെ കടുക്, ഇത് ഉഴുന്നുപരിപ്പ്, ഇത് കടലപ്പരിപ്പ്, ഇത് നിലക്കടല, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, ഇതൊരു 3 പച്ചമുളക് ചതച്ചതാണ്, അതുപോലെ ഇത് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, നാരങ്ങാനീര്, പിന്നെ വറ്റൽമുളക് വേണം, അതുപോലെ തന്നെ നമുക്ക് ചുമന്നുള്ളി വേണം. ഇത്രയാണ് നമുക്ക് ഈ മില്ലറ്റ് ലെമൺ റൈസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അതിന് തന്നെ നമുക്കൊരു പാൻ ചൂടാക്കാം, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. പാത്രം വെച്ച് ചൂടായി, എണ്ണയും ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ, അതുപോലെ നിലക്കടല അത് 1 ടേബിൾ സ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്നതാണ് 3 എണ്ണം, ഇത് ചേർത്ത് കൊടുക്കാം. ഇക്കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, കറിവേപ്പില ചേർക്കാം, ഒരു 3 മുളക് മുറിച്ചത് വറ്റൽമുളക് അത് ചേർക്കാം, അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി ചേർക്കാം. ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ്, ഇതൊന്ന് ചേർത്ത് മൂപ്പിച്ചു കൊടുക്കാം. ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഈ ലിറ്റിൽ മില്ലറ്റ് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കുമ്പം നിങ്ങൾ ഒരു അരിപ്പയോ വല്ലതും വലിയൊരു അരിപ്പ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ അരിപ്പയിലോട്ട് ഈ കുതിർത്ത മില്ലറ്റ് വെച്ച് ഒരു 15 മിനിറ്റ് അങ്ങനെ വേവിച്ചതിന് ശേഷം തിളച്ച വെള്ളത്തിലോട്ടിട്ട് വേവിച്ചാൽ ഒട്ടും കട്ടയില്ലാതെ നിങ്ങൾക്ക് വെന്ത് കിട്ടും. ഇത് നമ്മൾ കുതിർത്തതായതുകൊണ്ട് ഈ ലിറ്റിൽ മില്ലറ്റിന് അധികം വേവില്ല. ഇത് ചൂടാറിയ ശേഷം നിങ്ങൾ കൈ വെച്ച് മിക്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ ബാക്കി വേവിച്ച് വെച്ചേക്കുന്ന ബാക്കി മില്ലറ്റും കൂടി, ലിറ്റിൽ മില്ലറ്റ് വേവിച്ച് വെച്ചേക്കുന്നതാണിത്, ഇതോടെ ചേർക്കാം. ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു, ഉപ്പൊക്കെ ചേർത്ത്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർക്കാം. നാരങ്ങാനീര് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടോടെ ഇരിക്കുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ നാരങ്ങാനീര് ചേർക്കരുത്. അപ്പം തണുത്ത ശേഷം വേണം നാരങ്ങാനീര് ചേർക്കാനായിട്ട്. മറ്റേ കടുകൊക്കെ പൊട്ടിച്ച് നല്ല ചൂടായിട്ടിരുന്നാലും നമ്മൾ ചോറൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പം ഈ ലിറ്റിൽ മില്ലറ്റ് ചാമേരി വേവിച്ച് ചേർത്ത് കഴിഞ്ഞപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാരങ്ങാനീരും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മില്ലറ്റ് ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് പകർത്താം. നമ്മളിന്ന് ടോഷ്മാസ് കിച്ചണിൽ തയ്യാറാക്കിയത് മില്ലറ്റ് ലെമൺ റൈസ് ആണ്. ഇത് ഞാൻ പറഞ്ഞു നല്ല ഹെൽത്തിയാണ്, ഒപ്പം തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആണ്, അതുപോലെ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, എന്നാൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഡയറ്റ് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.